ഷോർട്ടായിട്ട് തന്നായി നമുക്കത് എന്താ സംഭവം മനസ്സിലാവില്ല. ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ നമുക്കത് ഐഡിയ കിട്ടുള്ളൂ. മിസ് വന്നു. Good afternoon. Yes, good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചൊക്കെ നോക്കിയോ എല്ലാവരും? ഓക്കെ. കണ്ടിന്യൂ ചെയ്യാലോ? എടുത്തു തുടങ്ങട്ടെ ഞാൻ? അടുത്തത് മൈക്രോസോഫ്റ്റ് വേർഡ് ആണ് കേട്ടോ. ചെറിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും സ്കൂൾ കാലഘട്ടത്തിലൊക്കെ. നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. Microsoft Word is widely used for word processing software developed by Microsoft. It permits users to create, edit, format, and save documents for different purposes like writing reports, letters, resumes, and more. Here are some important features and functionalities of Microsoft Word. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ് MS വേർഡ് എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോസോഫ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതൊരു വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആണ്. റിപ്പോർട്ടുകള്, ലെറ്റേഴ്സ്, റെസ്യൂംസ് എന്നിവ എഴുതാനും ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഇത് യൂസേഴ്സിനെ അനുവദിക്കുന്നു. MS വേർഡിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? നമുക്കൊരു ലെറ്റർ തയ്യാറാക്കണമെങ്കിൽ അത് ചെയ്യാം. ഒരു റെസ്യൂം റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ അത് MS വേർഡിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് MS വേർഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്യാനും ഫോർമാറ്റ് ചെയ്യാനും ഒക്കെ MS വേർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ MS വേർഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കൊരു ലെറ്ററോ അല്ലെങ്കിൽ ഒരു റെസ്യൂമോ അങ്ങനെ പലതരത്തിലുള്ള ഡോക്യുമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് MS വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ ഇതിന്റെ ഫസ്റ്റ് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. Okay. Microsoft Word offers user-friendly and intuitive interface, making it reachable to both the beginners and experienced users. The toolbar and ribbon provides quickly entry to different formatting and editing options. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇന്റർഫേസ് ആണെന്ന് പറയാം. അതായത് ഏതൊരു ഇപ്പോ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിക്കോട്ടെ രണ്ടു പേർക്കും ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ഈ ഒരു വേർഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്നാണ് പറയുന്നത്.
തുടക്കക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിക്കോട്ടെ എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് ഇതിനകത്ത് ജോലി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ടൂൾ ബാറും റിബൺ ഒക്കെ എന്താണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താണ് റിബൺ, റൂളർ, ടൂൾ ബാർ ഒക്കെ ഞാൻ പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ് തീരാറാകുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത തരം ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നമ്മൾക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? MS വേർഡിൽ കാണാൻ സാധിക്കും, ടൂൾ ബാർ കാണാൻ സാധിക്കും, റിബൺസ് കാണാൻ സാധിക്കും, റൂളേഴ്സ് കാണാനൊക്കെ നമുക്ക് MS വേർഡിലാണ് സാധിക്കുന്നത്. രണ്ട് കാര്യങ്ങളും ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് പോയിന്റും ഒക്കെ ആണോ? Then രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡോക്യുമെന്റ്സ് from scratch or choose from a range of templates provided by Word. It offers a vast set of formatting tools for text, paragraphs and pages, permitting users to customize the appearance of their documents. അതുപോലെ തന്നെ യൂസേഴ്സിന് ഡോക്യുമെന്റുകളിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് എന്താണ് ഇപ്പോ ഇത് റെസ്യൂം ആയിക്കോട്ടെ അല്ലെങ്കിൽ ലെറ്റർ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഡോക്യുമെന്റ് MS വേർഡിലൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്കത് സ്വയമേ ചെയ്യാം. ആരുടെ ഹെൽപ്പ് ഒന്നും അധികം ആവശ്യമില്ല. നിങ്ങളിപ്പോ ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേർഡിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരും. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ഇത് ചെയ്യാനുള്ള കാര്യങ്ങള് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി MS വേർഡിൽ ടെംപ്ലേറ്റ്സ് കാണാനായിട്ട് പറ്റും. ടെംപ്ലേറ്റ്സുകൾ ഓൾറെഡി MS വേർഡിൽ ഉള്ളതാണത്. അപ്പൊ എന്താണ് ടെംപ്ലേറ്റ്സ് എന്ന് ചോദിച്ചാല് ഡോക്യുമെന്റ്സ് തയ്യാറാക്കാൻ മികച്ച രീതിയിൽ സഹായിക്കുന്ന ഫയൽസിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയാം. അപ്പൊ ടെംപ്ലേറ്റ്സ് ഓൾറെഡി എവിടെ ഉണ്ടാകും? MS വേർഡിൽ ഉണ്ടാകും. ടെംപ്ലേറ്റ്സ് നമ്മൾ എടുത്തിട്ടാണ് റെസ്യൂംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരുടെയും റെസ്യൂംസ് ഒരുപോലെ ആയിരിക്കോ? നിങ്ങളൊന്ന് പറഞ്ഞേ. റെസ്യൂംസ് കണ്ടിട്ടില്ലേ? നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ റെസ്യൂംസ്, ഇല്ലേ? ഇല്ല അല്ലേ? പലതരത്തില് പല സ്ട്രക്ചറിലായിരിക്കും റെസ്യൂംസ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള റെസ്യൂംസ് ഒക്കെ നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെംപ്ലേറ്റ്സുകൾ എന്ത് ചെയ്യും? MS വേർഡ് പ്രൊവൈഡ് ചെയ്യും. ആ ടെംപ്ലേറ്റ്സ് ഫോർമാറ്റ് എടുത്തുകൊണ്ടാണ് നമ്മൾ റെസ്യൂംസ് ഒക്കെ അതിനകത്ത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോ എന്താ പറയാ, ഈ ഒരു റെസ്യൂംസും കാര്യങ്ങളും അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഫെസിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് പല ടെക്സ്റ്റുകൾ ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പാരാഗ്രാഫ്, അതുപോലെ തന്നെ അതിന്റെ ഡോക്യുമെന്റ്സിൽ നമുക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, then third point, collaboration and sharing. Microsoft Word supports collaboration features, making multiple users able to work on a document at the same time. Users can track changes, leave comments, and merge edits made by different contributors. Documents can also be simply shared via email, cloud storage services, or by creating links. Collaboration and sharing എന്ന് പറയുന്നത് പല യൂസേഴ്സിന് സെയിം ടൈമിൽ ഇരുന്നുകൊണ്ട് വേർഡിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പല യൂസേഴ്സ് ആയിരിക്കുള്ളൂ, പക്ഷെ അവർക്ക് ഒരേ ടൈം എന്ത് ചെയ്യാം? വേർഡിലെ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് മെയിൽ വഴി ഷെയർ ചെയ്യാം. അതിനകത്ത് ചേഞ്ചസ് എന്തെങ്കിലും വരുത്താം, വേണമെങ്കിൽ ഒപ്പീനിയൻ പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? വേർഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാലാമത്തെ പോയിന്റ് ആണ് റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. വേർഡ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഫോർ ടെക്സ്റ്റ് which includes font style, size, colors and effects. Users can apply formatting to paragraphs, adjust line spacing, align text and add bullet point or numbering. It also offers modern features such as headers and footers, tables and styles for consistent document formatting. വേർഡ് നമുക്ക് എന്ത് തരുന്നുണ്ട്? റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് തരുന്നുണ്ട്. എന്തൊക്കെയാണ്? അതായത് ഫോണ്ട് സ്റ്റൈല് നമുക്ക് ഇഷ്ടമുള്ളത് വേർഡിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും.
ഇഷ്ടപ്പെട്ട സൈസ് നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് എഫക്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാരഗ്രാഫ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പാരഗ്രാഫിന് വേണ്ടിയിട്ടുള്ള ലൈൻ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെ, ലൈൻ സ്പേസിംഗ് ഒക്കെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടെക്സ്റ്റുകൾ അലൈൻ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ആ ഒരു പാരഗ്രാഫിന് ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിംഗ് കൊടുക്കാം. ഇതൊക്കെ എന്താണ് വേർഡ് നൽകുന്ന ഫീച്ചറുകളാണ്. കൂടാതെ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഹെഡിങ് കൊടുക്കാം ഹെഡേഴ്സ് ഉപയോഗിച്ച്. അതുപോലെ ഫൂട്ടേഴ്സ് എന്ന് പറയുന്നത് അടിക്കുറിപ്പുകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേർഡിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇപ്പൊ ചെയ്യുന്നവര് വേർഡിലെ ഡോക്യുമെന്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിംഗ് ഇട്ട് അലൈൻ ടെക്സ്റ്റ് കൊടുത്ത് പാരഗ്രാഫ് ഒക്കെ വൃത്തിയായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാറില്ലേ? ചെയ്തിട്ടുണ്ടോ? ആ, ഓക്കെ. Then അടുത്തത് spell check and grammar correction. Word consists of built-in spelling and grammar checking tools to make users identify and correct errors. It underlines misspelled words and suggests corrections which ensure the accuracy of written content. അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഗ്രാമർ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ ഇതിലെ ടൂൾ വെച്ച്, അതായത് MS വേർഡിലെ ടൂൾ വെച്ചിട്ട് അതിന്റെ അടിഭാഗത്തായിട്ട് അണ്ടർലൈൻ ചെയ്തു പോരും. അല്ലെ, നമുക്കറിയാം നമ്മളിപ്പോ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ വേർഡിന് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടിയിലായിട്ട് എന്ത് ചെയ്യും, റെഡ് കളറിൽ അണ്ടർലൈൻ വരും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ ഡോക്യുമെന്റിൽ മാറ്റം വരുത്താം. നമുക്കറിയാം നമ്മളോട് ആ MS വേർഡ് എന്ത് ചെയ്യും, പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്, നമുക്ക് അതിനനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. That is spell check and grammar correction. Then sixth one, inserting and manipulating objects. Users can insert different objects into their documents like images, shapes, charts, and tables. Word permits resizing, positioning, and formatting of these objects, making it easy to improve the visual appeal of documents. അതായത് ഇവിടെ പറയുന്നത് യൂസേഴ്സിന് ഡോക്യുമെന്റിലേക്ക് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന MS വേർഡിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെന്റിലേക്ക് ചിത്രങ്ങൾ ആഡ് ചെയ്യാം, ഷേപ്സുകൾ ആഡ് ചെയ്യാം, ചാർട്ടുകൾ ആഡ് ചെയ്യാം, അതുപോലെ ടേബിൾസ് എന്നിവ ഉൾപ്പെടുത്താനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ മികച്ച വിഷ്വൽസിനായിട്ട് നമുക്ക് സൈസ് വേണമെങ്കിൽ മാറ്റാം, അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റാം, ഫോർമാറ്റിംഗ് മാറ്റാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളും വേർഡ് നമുക്ക് തരുന്നതാണ്. അപ്പൊ മറ്റുള്ളവർക്ക്, കാണികൾക്ക് എന്താ പറയാ, ഇഷ്ടപ്പെട്ടെന്ന് തരത്തില്ല. മറ്റുള്ള നമ്മളിപ്പോ ഒരു റെസ്യൂം തയ്യാറാക്കുമ്പോൾ ആ റെസ്യൂംസിൽ നമ്മൾ പല മാറ്റങ്ങളും വരുത്തും അല്ലെ, എന്തിനാണ്, കൂടുതൽ അട്രാക്റ്റീവ് ആവാനായിട്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാനുള്ള, ചേഞ്ചസ് വരുത്താനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആര് തരുന്നുണ്ട്, വേർഡ് തരുന്നുണ്ട്. Then ഏഴാമത്തെ പോയിന്റ് ആണ് templates and themes. Word provides a wide range of templates and themes for various document types, including resumes, letters, flyers, and more. These templates offer pre-designed layouts and formatting that saves time and effort for users. അതുപോലെ തന്നെ വേർഡ് തരുന്ന മറ്റൊരു ഫെസിലിറ്റി എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഓൾറെഡി, ടെംപ്ലേറ്റ്സുകൾ തരും. ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് നമുക്ക് തരും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെസ്യൂമുകള്, ഫ്ലയേഴ്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ്. അത്തരത്തിലുള്ള റെസ്യൂംസ്, ഫ്ലയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ വേർഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട്, കുറഞ്ഞ എഫേർട്ടില് നമുക്ക് എന്താ പറയുക, പണിച്ചെലവ് അധികം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വേർഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ക്ലിയർ ആയോ? റിബൺ
റൂളേഴ്സ് കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്. റൂളേഴ്സ് ആരോചന കാണിച്ചിരിക്കുന്നുണ്ട്. റിബൺസ് എന്താണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. റിബൺസ് ആണ് ഇട്ടത്. ദെൻ ഡോക്യുമെന്റ് ഹെഡർ, ഡോക്യുമെന്റ് ഏരിയ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ നോക്കാം. എന്താണ് വേർഡിന്റെ ആപ്ലിക്കബിലിറ്റി? വേർഡിന്റെ എന്താണ്, എങ്ങനെ, എന്തിനു വേണ്ടിയിട്ടാണ് വേർഡ് ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈസ് പേഷ്യന്റ് റെക്കോർഡ്. Microsoft Word permits healthcare professionals to keep and keep electronic patient records. These records consist of patient demographic, medical history, test result, diagnosis, treatment plans, and progress notes. Word's formatting options enable the organization and the customization of patient information for easy reference and retrieval. അതായത് MS വേർഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകളെ, അതായത് ഡോക്ടേഴ്സിനെയൊക്കെ രോഗികളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, അതായത് EHR സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ രോഗികളുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് MS വേർഡ് എന്ന് പറയുന്നത്. EHR എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. പേഷ്യന്റ് ഡെമോഗ്രഫി ഉണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടാവും, ദെൻ ടെസ്റ്റ് റിസൾട്ടുകള്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് പ്ലാൻസ് എന്നീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. പ്രോഗ്രസ് നോട്ട് തുടങ്ങിയ കാര്യങ്ങള് ഈ ഒരു EHR ഉണ്ടാവും. അത് ഡോക്ടേഴ്സിനൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് MS വേർഡ് ആണ്. മാത്രമല്ല MS വേർഡിലെ ഫോർമാറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ EHR ഒക്കെ റിട്രീവ് ചെയ്യാനായിട്ട്, വീണ്ടെടുക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ് മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Physicians and other healthcare providers can use Word to create medical reports, referral letters, discharge summaries, and other clinical correspondence. അതായത് മെഡിക്കൽ റിപ്പോർട്ടുകള്, റെഫറൽ ലെറ്ററുകള്, ദെൻ ഡിസ്ചാർജ് സമ്മറി, ക്ലിനിക്കൽ കറസ്പോണ്ടൻസ് എന്നിവ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർക്കും മറ്റ് സ്റ്റാഫുകൾക്കും MS വേർഡ് ഉപയോഗിക്കാം. അപ്പോ ഇത്തരത്തിൽ ഇപ്പൊ ഡിസ്ചാർജ് സമ്മറി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട്, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് മെഡിക്കൽ സ്റ്റാഫിനോ ഡോക്ടർമാർക്കോ ഇതിലോട്ട് പോകേണ്ട MS വേർഡിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ MS വേർഡ് ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഇത് കൂടുതൽ യൂസ്ഫുൾ ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, SOPs എന്ന് പറയും. Word is useful for generating and updating SOPs within hospitals. These documents frame step-by-step instructions for various processes like infection control protocols, medication administration directives, and emergency response procedures. അതുപോലെ തന്നെ വേർഡ് SOPs എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിലുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോ വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് മുതലായിട്ടുള്ള നിയമങ്ങള്, അതുപോലെ തന്നെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റീവ്സ്, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേർഡ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് വരെ ക്ലിയർ അല്ലേ? അടുത്തത് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആണ് കേട്ടോ. Word can be used to expand educational materials for patients like brochures, handouts, and information leaflets. Healthcare professionals can generate visually engaging and informative documents to teach patients about the various medical conditions, treatment options, preventive measures, and lifestyle changes. അതായത് വേർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ചില എഡ്യൂക്കേഷണൽ
മെറ്റീരിയൽസ് ആയിട്ട് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? അതായത് പേഷ്യൻസിനെ അവെയർ ചെയ്യുന്ന തരത്തിലുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് വേർഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വരുന്നുണ്ട്, ബ്രൗഷേഴ്സ്, അതുപോലെ ഹാൻഡ് ഔട്ടുകള്, ഇൻഫോർമേഷൻ ലീഫ്ലെറ്റുകള്, ഇതൊക്കെ എന്താണ് ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഡോക്ടർമാരുടെ ചേംബറിന് മുന്നിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ടേബിളിൽ ധാരാളം ബ്രൗഷേഴ്സ് ഉണ്ടാവും, അതുപോലെ ഹാൻഡ് ഔട്ടുകള്, ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ടേബിളിൽ ഉള്ളിലായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ എന്താണ്? പേഷ്യൻസിനെ അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെ. അപ്പോ ഇതിനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ബ്രോഷേഴ്സിലായാലും അല്ലെങ്കിൽ ഹാൻഡ് ഔട്ട്സ്, ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സിലൊക്കെ ആയാലും അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് ഇതിനകത്ത് വിവരിച്ചിട്ടുണ്ടാകാം, ട്രീറ്റ്മെന്റ് ഓപ്ഷനെ കുറിച്ച്, പ്രിവെന്റീവ് മെഷേഴ്സിനെ കുറിച്ച്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. പേഷ്യൻസിനെ അവെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പേഷ്യൻസിന്. ഓക്കെ, അത് തയ്യാറാക്കുന്നതിന് MS Word ആണ് സഹായിക്കുന്നത്. Then fifth one, research and publications. Word back up the creation of research paper, case studies and scientific articles. അതുപോലെ തന്നെ വേർഡ് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, വേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾക്ക്. അതായത് ഡോക്ടർമാർക്ക് അവരുടെ റിസർച്ച് പേപ്പറുകള് എന്താണ് ടൈപ്പ് ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ കേസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ എന്താണ് ടൈപ്പ് ചെയ്യാനും മറ്റൊക്കെ എന്താണ് ഈ ഒരു വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, then sixth point, administrative documents. Hospital create a wide range of administrative documents that include memos, meetings minutes, policies and budget report. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? ധാരാളം അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റുകൾ റെഡിയാക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന കാര്യങ്ങള് മെമ്മോ വരാം, മീറ്റിംഗ് മിനിറ്റ്സ് വരാം, പോളിസീസ് ആൻഡ് ബഡ്ജറ്റ് റിപ്പോർട്ട്സ് വരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ഈ ഹോസ്പിറ്റൽ തയ്യാറാക്കുമ്പോൾ അതായത് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള മെമ്മോസും മീറ്റിംഗ്സും മീറ്റിംഗ് മിനിറ്റ്സും ഒക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേർഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് 6 യൂസസ് ആണുള്ളത് കേട്ടോ. ഹോസ്പിറ്റലിലെ MS Wordന്റെ 6 യൂസസ് ആണ് നമ്മൾ പഠിച്ചത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആണ്. ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഒന്ന് വായിക്കാം കേട്ടോ. ആദ്യം ഒരു സെക്കൻഡ്. പവർ പോയിന്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഒന്ന് മൈൻഡിലൊന്ന് റീഡ് ചെയ്യാം.
റീഡ് ചെയ്ത് കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം. Microsoft PowerPoint. Microsoft PowerPoint is a broadly used presentation software developed by Microsoft. It permits users to generate, edit, and deliver dynamic and visually engaging presentations. Here are some main features and benefits of MS PowerPoint. എന്താണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ പ്രത്യേകത എന്താ ഒന്ന് പറഞ്ഞു ആരെങ്കിലും? സ്ലൈഡ് അല്ലേ? സ്ലൈഡ് പ്രസന്റേഷൻ ആണോ? സ്ലൈഡ് ഉണ്ടാക്കാൻ അല്ലേ? ആ, അപ്പൊ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച ഒരു പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ആണെന്ത്? MS പവർ പോയിന്റ് അഥവാ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. ഏതെങ്കിലും കാര്യം നമുക്ക് പ്രസന്റ് ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ത്? പവർ പോയിന്റ് കേട്ടോ. ഏതെങ്കിലും കാര്യം നമുക്ക് പ്രസന്റ് ചെയ്യണം, അപ്പോ അതിനെ നമ്മളെ സഹായിക്കുന്നതാണെന്ത്? പവർ പോയിന്റ്. വിഷ്വലി നമുക്ക് എൻഗേജിങ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് കാണുന്ന ആളുകൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുകയും അവർ എൻകറേജിങ് ആയിരിക്കുകയും ഈ ഒരു പവർ പോയിന്റിലൂടെ നടത്തുന്ന പ്രസന്റേഷനിലൂടെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോ അതിനകത്ത് ആദ്യം പറയുന്ന ഒരു പോയിന്റ് ആണ് സ്ലൈഡ് ക്രിയേഷൻ. PowerPoint extends a user-friendly interface for generating slides. Users can easily add text, images, shapes, charts, and multimedia elements to slides, which enables them to carry information in an effective manner. അതായത് ഈ പവർ പോയിന്റിൽ നമുക്ക് സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, സ്ലൈഡ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. യൂസേഴ്സിന് ഇതിനകത്തോട്ട്, അതായത് ഈ സ്ലൈഡിലോട്ട് നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഇമേജസുകള്, ഷേപ്സുകള്, ചാർട്ടുകള്, ഡയഗ്രാംസ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പവർ പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിലൂടെ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ് എന്ത്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. യൂസർ ഫ്രണ്ട്ലി ആണ്, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ സ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. സ്ലൈഡിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സോ ഇമേജസോ അതുപോലെ ഷേപ്സോ ചാർട്ടോ ഡയഗ്രാം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തേതാണ് സ്ലൈഡ് ഫോർമാറ്റിംഗ്. PowerPoint offers a wide range of formatting options to customize appearance of slides. Users can apply themes, alter fonts, colors, and backgrounds, and use the transitions and animations to improve visual appeal and engaging the audience. സ്ലൈഡ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് യൂസേഴ്സിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫോണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തീംസ്, ബാക്ക്ഗ്രൗണ്ടുകൾ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കളറ് കൊടുക്കാം. എത്രത്തോളം കാണുന്ന ആളുകളെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്ലൈഡ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഞാൻ കുറച്ച് പിക്ചറുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില ഷേപ്സുകളോ ചാർട്ടുകളൊക്കെ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുക ചെയ്യാം അല്ലെ. അപ്പൊ അത്തരത്തില് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സ്ലൈഡ് ലേഔട്ട്. ലേഔട്ട് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ലാസ്റ്റ് കാണിച്ചു തരാം.
PowerPoint provides slide layouts designed previously, making it easy to generate consistent and professional looking presentations. Users can select from variety of layouts for little slides, content slides, comparison slides, and more, saving time and effort in slide design. അതായത് ഓൾറെഡി പവർ പോയിന്റിൽ ഔട്ട് ഓഫ് സേവ്ഡ് ആയിട്ടുള്ള സ്ലൈഡ് ഉണ്ടാകും. സ്ലൈഡ്സ് എന്തായാലും പവർ പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്ലൈഡ്സ് എടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, അല്ലെ? അപ്പൊ ഔട്ട് ഓഫ് സേവ്ഡ് ആയിട്ടുള്ള സ്ലൈഡ് ഉണ്ടാകും. ചിലപ്പോൾ അത് ബ്ലാങ്ക് സ്ലൈഡ് ആയിരിക്കും, ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡ് ആയിരിക്കും. ചിലപ്പോൾ അത് കമ്പാരിസൺ സ്ലൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കമ്പാരിസൺ സ്ലൈഡും ബ്ലാങ്ക് സ്ലൈഡും ഒക്കെ അവിടെ വരുന്നതാണ്. അതുപോലെ തന്നെ 2 ബോക്സ് തന്നിട്ട് രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള സ്ലൈഡ്സും ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം സ്ലൈഡ് ലേ ഔട്ടുകള് MS പവർ പോയിന്റ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ ആണ്. പവർ പോയിന്റ് പെർമിറ്റ്സ് the insertion of multimedia elements like images, audio, and video files, etc. This makes users able to incorporate visual and authority aids into their presentation, making them more interactive and engaging. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇമേജസ്, ഓഡിയോ, വീഡിയോ, ഫയലൊക്കെ കമ്പൈൻ ചെയ്യുന്ന രീതിയാണ്. നമ്മളിപ്പോ പ്രസന്റേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം ഇമേജസ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലുകളൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പ്രസന്റേഷൻ നടത്താം. അതിനെയാണ് മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തില് ഇമേജസും അതുപോലെ തന്നെ ഓഡിയോ, വീഡിയോ ഒക്കെ ഫയൽ ആഡ് ചെയ്യുന്നതിന് ഇത് അലോ ചെയ്യുന്നു. യൂസേഴ്സിനെ സംബന്ധിച്ച് ഇത് പ്രസന്റേഷൻ കുറച്ചുകൂടി ഇന്ററാക്റ്റീവും എൻകറേജിങ്ങും ആക്കാനായിട്ട് സഹായിക്കുന്നു. ഞാൻ പറഞ്ഞു നേരത്തെ കുറെ അധികം ഞാനിങ്ങനെ വലിച്ചു വാരി പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൂടി നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ്ങും അതുപോലെ എൻകറേജിങ്ങും ആവും, അല്ലെ? അത്തരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഇതൊരു പോപ്പുലർ സെലക്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വേ ഓഫ് മെത്തേഡ് ആണ് എന്ത് പറയുന്നത്, ഈ ഒരു മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസന്റേഷൻ, ഇപ്പൊ ഒരു സ്ഥാപനം, ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവാണ്, നിങ്ങളോട് പറയാണ് ഇന്ന ദിവസം ഒരു സെമിനാർ ഉണ്ട്, നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരിക എന്ന് പറയാണ് അവര്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ സെമിനാറിന് വേണ്ടിയിട്ട് കുറെ അധികം കാര്യങ്ങൾ വലിച്ചു വാരി എഴുതിയിട്ടോ അല്ലെങ്കിൽ വലിച്ചു വാരി പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മളത് കാണികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രസന്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ ധാരാളം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പോ ഹോസ്പിറ്റൽ രംഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ, ബിസിനസ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലായിക്കോട്ടെ, ഈ ഒരു പവർ പോയിന്റ് എന്ന് പറയുന്നത് ധാരാളം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? 4 പോയിന്റ് ഓക്കെ ആണോ? Overall, Microsoft PowerPoint provides a powerful ground for generating visually appealing and impactful presentations. Its user-friendly interface, formatting options, multimedia integration, and collaboration features make it a popular selection for professionals, educators, and individuals who look to communicate information in an effective manner. മൊത്തത്തിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് വിഷ്വലി അട്രാക്റ്റീവും എഫക്റ്റീവുമായ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഫോർമാറ്റിംഗ് ഓപ്ഷനുകൾ, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ, കൊളാബറേഷൻ ഫീച്ചേഴ്സ് എന്നിവ പ്രൊഫഷണലുകൾക്കും അതുപോലെ ടീച്ചേഴ്സിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ഇതിലൊരു പോപ്പുലർ പ്ലാറ്റ്ഫോം ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ ആണ്. എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്തിനു വേണ്ടിയിട്ടാണ്
ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. PowerPoint is widely used in hospitals for medical education and training programs. It makes healthcare professionals able to create visually engaging presentations, to give out lectures, conduct workshops, and provide teaching materials to staff members, medical students, and patients. അതായത് PowerPoint എന്ന് പറയുന്നത് എന്താണ് ഹോസ്പിറ്റലുകൾ യൂസ് ചെയ്യുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? മെഡിക്കൽ എഡ്യൂക്കേഷന്റെയും ട്രെയിനിങ് പ്രോഗ്രാമുകളുടെയും ഭാഗമായിട്ടാണ്. അതായത് മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ PowerPointലൂടെ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആവും അല്ലെ. അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഉണ്ട് ഹോസ്പിറ്റലുകളിൽ, അതിലും ഈ PowerPoint ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ വിഷ്വൽ ഒക്കെ ഒന്ന് കാണിച്ചാൽ മതി. മെഡിക്കൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവര് സർജറീസ് ഒക്കെ പഠിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ സർജറി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കുറെ അധികം ഇങ്ങനെ പറയുന്നതിന് പകരം അതൊന്ന് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ, PowerPoint ചെയ്ത് വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അവർക്ക് മനസ്സിലാവും. അത്തരത്തിലാണ് ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യുന്നത്, മെഡിക്കൽ എഡ്യൂക്കേഷന്റെയും ട്രെയിനിങ് പ്രോഗ്രാമിന്റെയും ഭാഗമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽമാരെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലെക്ചേഴ്സ്, ഡോക്ടേഴ്സിനൊക്കെ എന്താണ് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ധാരാളം ലെക്ചേഴ്സ് കൊടുക്കും, അതുപോലെ ചില വർക്ക്ഷോപ്പുകൾ നടത്തും, അതുപോലെ തന്നെ അങ്ങനെയുള്ള സെമിനാർസ് ഒക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാഫ് മെമ്പർമാർക്കും അതായത് ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾക്കും മെഡിക്കൽ സ്റ്റുഡൻസിനും പേഷ്യൻസിനും ഒക്കെ എന്താണ് ഇത് ഹെൽപ്ഫുൾ ആകും എന്ന് പറയുന്നത്. ഒരു പോയിന്റ് ആണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. PowerPoint is generally employed for clinical presentations, conferences, and rounds in hospitals. Physicians and healthcare professionals use it to display research findings, case studies, treatment protocols, and clinical outcomes to their co-workers, encouraging knowledge sharing and professional advancement. അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രസന്റേഷന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? PowerPoint ഉപയോഗിക്കുന്നുണ്ട്. ഡോക്ടർമാർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ പ്രസന്റേഷൻ ആണ് യൂസ് ചെയ്യുക, ഈ ഒരു PowerPoint. കോൺഫറൻസുകൾ നടക്കുമ്പോൾ, അതുപോലെ ഹോസ്പിറ്റൽ റൗണ്ട്സ് ഒക്കെ നടക്കുമ്പോൾ എന്തിന്റെ ഉപയോഗം വരുന്നുണ്ട്? PowerPointന്റെ ഉപയോഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽമാർ, അതായത് ഡോക്ടർമാര്, പിന്നെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന കുറെ അധികം സയന്റിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഗവേഷണവുമായി ബന്ധപ്പെടുന്ന ആളുകള്, അവരൊക്കെ അവരുടെ റിസർച്ച് ഫൈൻഡിങ്സ് പ്രദർശിപ്പിക്കാനും കേസ് സ്റ്റഡീസ് കാണിക്കുവാനും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് എങ്ങനെയെന്ന് ആവിഷ്കരിക്കാനും ഒക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? PowerPoint ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെയുള്ള പ്രസന്റേഷൻ കാണിക്കുന്നതിലൂടെ ഡോക്ടർമാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുക പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഒരു PowerPoint സഹായിക്കുന്നുണ്ട്. അടുത്തത് മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് യൂസ് ഇറ്റ് ഫോർ വാസ്റ്റ് മീറ്റിംഗ്സ്, ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് and strategic planning sessions. It assists in visualizing data, presenting reports, and communicating organizational goals and policies in an effective manner. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ടോപ്പിക് പഠിച്ചാണോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ പഠിച്ചാണോ? അതെ അല്ലെ. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവര് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരുടെ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിങ്, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചർച്ചകളിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മൈക്രോസോഫ്റ്റ് PowerPoint യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ റിപ്പോർട്ടുകൾ മറ്റുള്ളവരെ കാണിക്കാനും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങൾ, അതായത് ഒരു സ്ഥാപനത്തിന് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും അല്ലെ, അതൊക്കെ എന്താണെന്ന് പ്രസന്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഈ ഒരു PowerPoint ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഒരു സിനിമ
ഒട്ടുമിക്ക മൂവീസിലും നമുക്ക് പ്രസന്റേഷൻ, പോലീസിന്റെ ഒക്കെ സിനിമകളൊക്കെ കാണുമ്പോൾ പ്രസന്റേഷൻ നമ്മൾ കാണാറുള്ളതാണ്. എന്നാലും ഞാൻ ഒരു ഉദാഹരണം പറയാം. ദിലീപിന്റെ ഒരു സിനിമയുണ്ട്, കിങ് ലെയർ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്ത് ദിലീപ് ഒരു പ്രസന്റേഷൻ നടത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടൂത്ത് പേസ്റ്റിന്റെ. അവിടെ ഓർഗനൈസേഷണൽ ഗോള് എന്താണ്? ഓർഗനൈസേഷണൽ ഗോള് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദിലീപ് ആ ഒരു പ്രസന്റേഷൻ അവിടെ നടത്തുന്നത് അല്ലെ. കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങളും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം അവിടെ വിവരിക്കുന്നുണ്ട്. അപ്പോ തുടർന്ന് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുകയും ഒക്കെ ചെയ്യും. ഓക്കെ, ഞാനൊരു കുഞ്ഞു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥാപനത്തിന്റെ ഗോള് എന്തൊക്കെയാണെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ട്, പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു presentation software ആണ് ഉപയോഗിക്കുന്നത്. Then മൂന്നാമത്തെ പോയിന്റ്, visual aids for conferences and events. Hospitals often take part in conferences, health fairs and community events. PowerPoint permits them to create visually captivating presentations to display their services, initiatives and achievements. These presentation aid the hospital to attract patients, build a partnership and promote their brand image. അതായത് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്, പല കോൺഫറൻസുകൾ നടത്താറുണ്ട്, ഹെൽത്ത് ഫെയർ ആരോഗ്യ മേളകൾ സംഘടിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇവന്റ്സ് നടത്താറുണ്ട്. ഈ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആ സാഹചര്യത്തിലൊക്കെ പ്രസന്റേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയാ. ഓക്കെ, ഒരു ഹോസ്പിറ്റൽ ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഫെയർ നടത്തുവാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സർവീസസുകൾ, അവർ ഇതുവരെ നടത്തിയിട്ടുള്ള സർവീസുകൾ പവർ പോയിന്റിലൂടെ പ്രസന്റ് ചെയ്യും. ദെൻ അവരുടെ ഇനീഷ്യേറ്റീവ്സ്, അവർ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങള്, അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ്, അവർക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പ്രസന്റ് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ സഹായിക്കുന്നത് പവർ പോയിന്റ് ആണ്. മാത്രമല്ല ഇത് പേഷ്യൻസിന് പെട്ടെന്ന് അട്രാക്ട് ആവുകയും ബിൽഡ് പാർട്ട്ണർഷിപ്പ്, അതായത് ഈ ഒരു പ്രസന്റേഷൻ കണ്ടിട്ട് മറ്റ് കമ്പനികള് ഇവരുടെ സ്ഥാപനത്തിലോട്ട് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് അവരുമായിട്ട് എന്താ പറയുക, സഹകരിച്ചു പോകാൻ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ പോകാനായിട്ട് എന്താ പറയുക, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രസന്റേഷൻ കൊണ്ട്. മാത്രമല്ല അവരുടെ ബ്രാൻഡ് ഇമേജ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, ഇൻ ഷോർട്ട്, Microsoft PowerPoint is a multi-faceted tool used in hospital for medical education, clinical presentation, patient education, administrative motives, quality improvement initiatives, research dissemination, internal communication, and external events externally happening. Its visual appeal, multimedia capabilities, and case of use make it an essential software for effectively conveying healthcare information within hospital and beyond. അപ്പോ ഇത്തരത്തില് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രസന്റേഷൻ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ ചെയ്യുന്നത്. പലതരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, MS പവർ പോയിന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഒന്ന് തുടങ്ങി വെക്കാം. എക്സൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? മൈക്രോസോഫ്റ്റ് എക്സൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് അല്ലെ? ഓക്കെ, കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് എക്സൽ യൂസ് ചെയ്യുന്നത്. Microsoft Excel is a strong spreadsheet software developed by Microsoft. It is vastly used for data management, analysis, and visualization. Here is a short note on MS Excel. So Microsoft Excel ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡാറ്റ മാനേജ്മെന്റ്, അനാലിസിസ് ആൻഡ് വിഷ്വലൈസേഷൻ, ഇതിനു വേണ്ടിയിട്ടാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിക്കുന്നത്. ഒരു ഷോർട്ട് നോട്ട് മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ച് താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ ആണ്. ഓക്കെ, Excel provides a user-friendly interface for generating and organizing data in tabular format.
Users can form worksheets, input data, and customize the layout, formatting, and formulas to meet their specific requirements. Okay. അപ്പൊ എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്നത്. ഇത് ഡാറ്റയെ ഓർഗനൈസ് ചെയ്യുന്നത് ടാബുലാർ ഫോർമാറ്റിലാണ്. ടാബുലാർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാല് റോസും കോളംസും ഒക്കെ ഉള്ളതിനെയാണ് ടാബുലാർ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ എക്സൽ തുറന്നു കഴിഞ്ഞാല് എന്താണ്, ധാരാളം റോസും കോളംസും ഒക്കെ കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് ടാബുലാർ ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ധാരാളം വർക്ക് ഷീറ്റുകൾ, അതുപോലെ ഡാറ്റ കസ്റ്റമൈസ് ചെയ്യുക, ലേഔട്ട് കൊടുക്കുക, ഫോർമാറ്റിംഗ് നടത്തുക, അങ്ങനെയുള്ള ധാരാളം ഫോർമുലാസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകം ഓർത്തു വെക്കാൻ, കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ടാബുലാർ ഫോർമാറ്റിലാണ് എക്സൽ നമുക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അടുത്തത് ഡാറ്റ അനാലിസിസ് ആണ്. എക്സൽ ഓഫേഴ്സ് എ വൈഡ് സ്കോപ്പ് ഓഫ് ഫങ്ഷൻസ്, ഫോർമുലാസ് and data analysis tools that makes users able to carry out complex calculation, statistical analysis, and mathematical operations on large data sets. It simplifies tasks like sorting, filtering, and summarizing data, making it a necessary tool for data-driven decision making. അതുപോലെ തന്നെ എക്സൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൈഡ് സ്കോപ്പ് ഓഫ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ ചെയ്യുന്നത്? അതായത് ഇതിനകത്ത് നമുക്ക് ധാരാളം ഫോർമുലാസ് ഉണ്ട്, ധാരാളം ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സലിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില ടാസ്കുകൾ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ടാസ്ക്? അതായത് സോർട്ടിങ്, ഫിൽട്ടറിങ്, സമ്മറൈസിംഗ് ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു എക്സൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Then third one, formulas and functions. Excel's extensive library of built-in formulas and functions permits users to carry out calculation on data automatically. അതായത് എക്സൽ കുറെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് എക്സലിന്റെ സ്പ്രെഡ്ഷീറ്റ്, അതായത് ആ സ്പ്രെഡ്ഷീറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, MS എക്സൽ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഒരു സ്പ്രെഡ്ഷീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ ഇപ്പോ മാർക്കൊക്കെ കൂട്ടുന്ന ഒരു കേസിൽ, കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തിരുന്ന ആ ഒരു വേ ആണല്ലോ. കുറെ അധികം ആളുകളുടെ മാർക്ക് തരും. അതിനകത്ത് ഹയസ്റ്റ് മാർക്ക് ഏതാണ്, ലോവസ്റ്റ് മാർക്ക് ഏതാണ്, ആവറേജ് മാർക്ക് ഏതാണ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു എക്സലിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സീരിയൽ നമ്പർ ഉണ്ടാകും, ആളുകളുടെ പേരുണ്ടാകും, മാർക്കുകൾ ഉണ്ടാകും, അതുപോലെ ടോട്ടൽ ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. റോസും കോളംസിലും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് ജോയിൻ ചെയ്തിട്ടിരിക്കുന്ന സെല്ലിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സെല്ല് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. ഓരോ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഇപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക, അതായത് എമൗണ്ടോ അല്ലെങ്കിൽ മാർക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. അപ്പൊ സെൽ എന്ന് പറയുന്നത് റോസും കോളംസും കൂടി ജോയിൻ ചെയ്യുന്നതിനെയാണ് സെൽ എന്ന് പറയാ കേട്ടോ. സെല്ലിൽ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാവരുടെയും സം എഴുതിയിട്ടുണ്ടാവും, തുക എഴുതിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതിന്റെ ടോട്ടൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, മൗസ് പിടിച്ച് നേരെ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ നമ്മൾ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് ടോട്ടൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഡ്രാഗ് ചെയ്തിട്ടുണ്ടോ MS എക്സലില്? ഓർമ്മയുണ്ട്? ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഏത് സെല്ലിലാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫയൽ എടുക്കുക. ഫയലില് ഓട്ടോസം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോസം എടുക്കുക, എന്റർ അടിക്കുക, അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടും അല്ലെ. അതുപോലെ തന്നെ വേറൊരു മെത്തേഡാണ്, നമ്മൾ സെല്ലിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക, സം കൊടുക്കുക, ഏത് സെല്ലിന്റെ ആണോ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ടോട്ടൽ വേണ്ടത് ആ സെല്ലുകൾ നമ്മൾ രണ്ടും തമ്മിൽ എന്റർ ചെയ്യുക. നമ്മൾ ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ കിട്ടും. അങ്ങനെ പലതരത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് എക്സലിലെ കാൽക്കുലേഷൻ നടത്താവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും എടുക്കുന്നുള്ളെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ 3 എണ്ണം എടുത്തു. എക്സലിലെ ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് വരെയാണ് എടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്തു തരാം.
എല്ലാം മനസ്സിലായി? ക്ലിയർ ആയി? ഡൗട്ട് ഒന്നുമില്ല? അത്ര ക്ലിയർ അല്ല കേട്ടോ, ഇവിടെ കാണിക്കുന്ന അത്ര ക്ലിയർ ആവില്ല. കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ഇത് ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന പിക്ചർ എന്താ? ടെംപ്ലേറ്റ്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ റെസ്യൂംസ് ഒക്കെ പല സ്ട്രക്ചറിലും നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയാം കേട്ടോ. ടെംപ്ലേറ്റ്സ്. ഇതെന്താണത്? ഇത് വേർഡ് ആണോ, എക്സൽ ആണോ, പവർ പോയിന്റ് ആണോ എന്ന് പറഞ്ഞ നിങ്ങള്? വേർഡ് ആണ് അല്ലെ? കണ്ടോ, വേർഡിന്റെ പലതരത്തിലുള്ള റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. റൂളർ, റിബൺ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഓക്കെ, ഇതാണ് വേർഡ് കേട്ടോ. ഇതാണ് സ്ലൈഡ് ലേഔട്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ബ്ലാങ്ക് സൈഡ് ആവാം, അല്ലെങ്കിൽ ഓക്കെ, ഇത് സ്ലൈഡ് ലേഔട്ട് ആണ് കേട്ടോ. പവർ പോയിന്റില് സ്ലൈഡ് ലേഔട്ട് ബ്ലാങ്ക് സൈഡ് ആവാം, അല്ലെങ്കിൽ കമ്പാരിസൺ സ്ലൈഡ് ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പവർ പോയിന്റിൽ നമ്മള് എക്സൽ നമ്മുടെ PDF ഉണ്ട്, അത് പിന്നെ എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ പവർ പോയിന്റ് ആണ്. ഇത് പവർ പോയിന്റിൽ നമ്മൾ ടേബിൾസ്, അതുപോലെ ചാർട്ടുകൾ, ഐക്കൺസ്, ഇതൊക്കെ ഇമേജസ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ് സ്ലൈഡിലോട്ട്. ഓക്കെ, ഇതും പവർ പോയിന്റ് ആണ്. നോക്കിയ നിങ്ങള്, സ്ലൈഡുകളാണ് കേട്ടോ. ഇതിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, എല്ലാവരും പിക്ചർ ഒക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. ടെംപ്ലേറ്റ്സ് ഇതാണ് കേട്ടോ, ടെംപ്ലേറ്റ്സ് ആണ് ഇത്. ഓക്കെ, വേർഡ് നൽകുന്ന ടെംപ്ലേറ്റ്സുകളാണത്. ഇപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.